ഹലോ, അപ്പോൾ കുറേ നാളിന് ശേഷം നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്. ഞാൻ കുറേ നാളിലോടൊക്കെ ഒരു വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പൂർത്തീകരിച്ച ഒരു അടിപൊളി വ്ളോഗാണ്. എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ, കുറേ നാളായില്ലേ നിങ്ങളെ കണ്ടിട്ട്. അപ്പോൾ രാവിലെ എണീക്കുന്നതിൻ്റെ സീനുകളാണ്. പിന്നെ കയ്യിൽ മഷിയുണ്ട്. ഇത്ര വയസ്സായില്ലേ, 18 വയസ്സായി. അപ്പോൾ രാവിലെ എണീറ്റ് ഇങ്ങനെ കുറേ നേരം ഇരിക്കും. പിന്നെ ജനൽ തുറന്നിടും, ഈ ബെഡ്ഷീറ്റും അടക്കും. അതൊക്കെ ഓരോ ദിവസത്തിൻ്റെ പ്രത്യേകത പോലെ ഇരിക്കും. വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യത്തില്ല, തോന്നുമ്പോൾ മാത്രം ചെയ്യുന്നൊരു പ്രത്യേകതരം സംഭവങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതാണ്. അപ്പോൾ കണ്ടു നോക്കി. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളിലൂടെയൊക്കെയാണ് ഇങ്ങനൊരു വ്ളോഗ് എടുക്കുന്നത്, ഒരു ഡേ ഇൻ മൈ ലൈഫ്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ജസ്റ്റ് ജനലൊക്കെ തുറന്നിടാറുണ്ട്. ചില ദിവസം കുറച്ച് നാളായിട്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല. അപ്പം പനിയാണെന്ന് തോന്നുന്നു, അറിയില്ല. കുറച്ച് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജനൽ തുറന്നിട്ടു. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പെട്ടെന്ന് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് പല്ലേക്കട്ടെ കേട്ടോ. ഞാൻ ഇന്നലെ ഇത് രാത്രിയിൽ കുളിച്ചിട്ടിട്ട ഡ്രസ്സാണ്. ഇത് തന്നെ ഉച്ചയ്ക്ക് ഇനി മാറ്റുള്ളൂ കേട്ടോ. രാവിലെ അമ്മയ്ക്ക് ആശുപത്രി പോകണം. അപ്പം ഞാൻ എന്തായാലും ഒന്ന് പല്ല് തേച്ചിട്ട് താഴെ ചെന്നിട്ട് അമ്മയെ പറഞ്ഞയക്കണം. ഓക്കെ, അമ്മ എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഫുഡ് എടുത്ത് വെച്ചിട്ട്. അപ്പം ഞാനാണെങ്കിൽ ലേറ്റായി മീൻസ് ഇപ്പം ഇത്രയൊക്കെ സമയത്താണ് ഇപ്പോൾ എണീക്കാറുള്ളത്, 10:30. അപ്പോൾ നമുക്ക് 10 മണിയായപ്പോൾ എണീറ്റു. പക്ഷേ ഇത്ര നേരം റീൽസും അതും ഇതൊക്കെ നോക്കി അങ്ങനെയും കാണാം. അപ്പം അങ്ങനെ രാവിലെ കുറച്ച് സമയം അങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പല്ല് തേച്ചിട്ട് ഓടിക്കാം. ഞാൻ വലിയ കാര്യത്തിൽ പല്ല് തേക്കാൻ ഓടി വന്നത് അമ്മ ഹോസ്പിറ്റലിൽ പോകണമല്ലോ എന്നറിഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് അമ്മ ഹോസ്പിറ്റലിൽ പോയില്ല ഗുയിസ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണി മൊത്തം പാളിയ പോലെയായിരുന്നു ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെയല്ല എൻ്റെ ഒരു ഡേ എന്നുള്ളത് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയും കൂടെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്ന റോ ആയിട്ടാണ്. സോറി, എനിക്കിങ്ങനെ പുട്ടിയൊന്നും ഇട്ട ഒരു വീഡിയോയുടെ മുമ്പിൽ ഫേസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാൻ രാവിലെ ഒരു ടാബ്ലറ്റിൽ തുടങ്ങും. ഫുഡ് കഴിക്കാൻ നേരത്തെ യൂട്യൂബൊക്കെ കാണുന്നതുകൊണ്ട് ഒരു ബ്രേക്ക് എടുക്കും. നീ എവിടെയാണ് ഇരിക്കണേ? എന്ത് വരാത്ത പാട്ടല്ലടാ, വീഡിയോ എടുക്കുവാണെങ്കിൽ ഞങ്ങള് അറിവിട്ട് ഇന്നലെ ഒരു കാർഡ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ കാർഡ്. ഞാൻ പറയട്ടെ, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് എനിക്കൊരു ചൂടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഇന്നലെ പനിക്കായിരുന്നു. അപ്പൊ എനിക്ക് ഈ പനിയുടെ അവസ്ഥ കണ്ടിട്ട് ടുണ്ടുവിന്റെ ചേട്ടാപ്പി എനിക്കൊരു കാർഡ് അരക്കൊണ്ട് തന്നു. ഞാൻ ആ കാർഡിന്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഡ്രസ് ഇട്ടിട്ടില്ല, അതാ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. എടാ നിനക്ക് ചിരിയൊന്നും വരുന്നില്ല. ഇത് ഡുണ്ടുക്കോ കുളിപ്പിക്കാൻ കൊണ്ടുപോവാ ഡുണ്ടുവിനെ ആണോ? അതല്ലേ ഡുണ്ടു ഇനി ഇങ്ങനെ കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എടുക്കേണ്ടി വരും. ഞാൻ കുറച്ച് ലിബാമ നോക്കി ലിബാമെന്ന് പറയടി. രോഷനെയാണോടി നീ? കുഞ്ഞുമണി കുഞ്ഞുമണി കുഞ്ഞുമണിയേ എടുക്കൂ ഉണ്ടുക്കൂ 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 ഉണ്ടുക്കൂനെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. ഉണ്ടുക്കൂനെ നമ്മൾ എടുത്തിട്ട് വരാം. ഡോക്ടർ എടുത്തതാ ബേബീനെ. ഡുണ്ടുന് ഡോക്ടർ എടുത്തിട്ട് വന്നതാണേ. എന്റെ ഡുണ്ടുന് ഡോക്ടർ എടുത്തിട്ട് അവന് ഫോൺ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ്. സോ നല്ലൊരു സ്വഭാവമാണ് എൻ്റെത്. അവന് ഫോൺ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ല.
അവൻ അതിൻ്റെ ഇടയ്ക്ക് കൊഞ്ചിക്കാൻ വരും കേട്ടോ. എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പേടിക്കുന്നുണ്ട്. വീടത്തിലിടി തന്നെ ഞാൻ എടീന്നൊക്കെ ഞാൻ അവനെ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നതാണ്. ആക്ച്വലി ഹിസ് എ ബോയ്. ബൈ ബേബി ബോയ്. ടുണ്ടുക്കുനെ ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ഇതാണ്, ഭയങ്കരമാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അല്ലേടി, ഞങ്ങളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൻ ഇറങ്ങിയത് ഓടിയാ കൊള്ളാന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോ ഇറക്കത്തില്ല. പേടിച്ചിട്ടാണോ ഭാവങ്ങൾ വരാത്ത, അതോ ചിരിക്കാനുള്ള മടി കൊണ്ടാണോ ഭാവങ്ങൾ വരാത്ത? കുറച്ച് ഈ ഒരു ബെഡിനകത്ത് ഇവരെ രണ്ടുപേരും കൂടെ കൊള്ളിക്കാതെ ഉള്ളൂ. എനിക്കിവിടെ കിടക്കാൻ വേണമെങ്കിൽ ഇവരെ ഒത്തി. ആരോണ്ട് പ്രായത്തിൻ്റെതായിട്ടുള്ള കുത്തിക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ ഇനി അമ്മ എടുത്ത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് എടുക്കട്ടെ, നേരത്തെ എടുത്തിട്ടില്ല. 2018 ശ്രീകുട്ടിയപ്പച്ച പ്രഗ്നൻ്റ് ആയിട്ട് ആരുവിനെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു ആര്യൻ്റെ ഒരു ജന്മവും. അപ്പോൾ രണ്ടുപേരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഹീൽ ചെയ്യിക്കാൻ വേണ്ടി ജനിപ്പിച്ച രണ്ട് മാലാഖ കുട്ടികളായിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത്. ശരിക്കും അവർ അതേപോലെ തന്നെയാണ്. ഇവർ വന്നിരിക്കുന്ന ആ കുറച്ച് മൊമെൻറ്റ്സ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഏറ്റവും മെമ്മറബിൾ ആക്കിയിട്ടായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ദിവസമാണിത്. ലുക്കുനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ ഒന്ന് റിലാക്സ് ഒക്കെ ആവാൻ പറ്റുള്ളൂ. ഞാൻ ഇവനെയും കൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്ന് നടക്കട്ടെ. ഈ റൂമിൽ തന്നെയാണ്. അവന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഈ റൂമിൽ ആവശ്യം പോലെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. പോണില്ല, എന്തൊക്കെയിഷ്ടാണ് എൻ്റെ കൂടി ഇങ്ങനെ ഇരിക്കാൻ. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കട്ടെ. പള്ളി പിടിച്ചിരിക്കുന്നത് കാണുന്നു. ഉണ്ടുക്കൂരി ഡാൻസ് കളിക്കാം. നമുക്ക് ഡാൻസ് കളിക്കാം. ആരെക്കൊണ്ടൊരു പാട്ട് പാടി ഞാൻ ഡാൻസ് കളിക്കാം. അല്ല അന്നത്തല്ലേ ഇതല്ലേ ഇത് നക്കിത്ത പാട്ട് പാടും ഫോണിക്ക്. റീൽസിന്റെ ആരാണ് പറയണേ? റീൽസിന്റെ ആരാണ് ചേട്ടാ പറയണേ? പണ്ടൊക്കെ ടിക്ടോക്ക് ആണ്, ഇപ്പൊ റീൽസ് ആയി. ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്താണ് ആരും ഒരു വയസ്സാവണേ. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ടിക്ടോക്ക് ഒരുപാട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടായി ഞങ്ങൾ ഭയങ്കര എൻജോയ് ആണ് വീഡിയോസ് എടുക്കുമ്പോൾ. എന്റെ കോല കണ്ട ക്ലാസ് കേട്ടത് ബിക്കോസ് ഇവനെ എടുക്കാനുള്ള ഇതിന് വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് കൂടിയത്. മൂടി ഭയങ്കര വീക്ക്നെസ് ആക്കി പഠിച്ചിട്ടുണ്ട്. മൂത്രം ഒഴിച്ചാൽ ആസ്വദിച്ചു, പക്ഷെ എന്നെ കട്ടിലോട്ടാണെന്നേ പറ്റുള്ളൂ. ഇവ വന്നതിന് ശേഷം ഞാൻ ആരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വ്യത്യാസം വന്നു. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വഴക്ക് പറയട്ടെ, എനിക്ക് വിഷമമാവും. പക്ഷെ അവൻ ചെയ്യുന്ന എന്തെങ്കിലും കുസൃതി കാണിച്ചിട്ടാണ് വഴക്ക് പറയണത്. ഞാനപ്പോ ഡുള്ളൂരെടുത്ത് പറയാം, ഇത് നീ ഇങ്ങനെ കളിച്ചാലും ഞാൻ നിന്നെ എങ്ങനെ തന്നെ വഴക്ക് പറയുന്നു. അത് പിന്നെ പാവം ഇപ്പോഴേ ഒന്നും കേൾക്കണ്ടാലോ, അതുകൊണ്ട് എങ്ങനെ കൊണ്ടു കുറേ സമയം ഇങ്ങനെ മതി. നല്ല ആ ചൂടോട് നമ്മുടെ വേണമെങ്കിൽ അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിക്കോളും. കണ്ടു കഴിഞ്ഞ ഒരു പാവം നിലാപ്പ ഇതല്ലേ കൂട്ടിയില്ല ഇവൻ, എന്റെ നിലാപ്പ ഇതിൽ. വേറെ കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടി കൊടുക്കാറുണ്ട്. അതൊക്കെ ഇന്ന് കിട്ടുന്ന സമയങ്ങളിലല്ല ഇവന്റെ കൂട്ടത്തിൽ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഒരു പാട്ട് എടുത്തട്ടെ. ആരുവിന്റെ അടുത്ത് ഞാൻ പാടാൻ പറയുന്ന പാട്ടിൽ ഒന്നായിരുന്നത്. ആരും അറിയില്ല എൻ്റെ ലിറിക്സ് ഒന്നും, അപ്പം അതൊന്നും ആ പാടാറില്ല പാട്ട്. പക്ഷെ എനിക്ക് ആരുവിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. കുഞ്ഞിനെ തൊട്ട് ഞാൻ അവനെ എടുക്കുമ്പോൾ ഇതേ പാട്ട് തന്നെ ഞാൻ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി കൊടുക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അത് ഭയങ്കരമായിട്ട് അതിനുശേഷം ഭയങ്കര റീൽസിലൊക്കെ ട്രെൻഡായ പാട്ടാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം.
ചെറുമരുകിൽ ചാത്താം ചന്ദനം എൻ്റെ പാദസരം തുണിഞ്ഞു കിട്ടാം. ഒരു വികാരമില്ലാത്ത ജീവിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിവിടെ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഡെയിലി ഇവിടെ വരും. അപ്പം ആ ഒരു ടൈം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമുക്ക് ഒന്നും അറിയാവുന്ന കാര്യമില്ല. കാരണം കുഞ്ഞല്ലേ ഇവരെ എടുത്തോണ്ട് നമുക്ക് ഒന്നും വറി ചെയ്യാനായിട്ടില്ല. ആരോന്റെ കുസുമിനെ കൂടെ കാണുമ്പോൾ പിന്നെ അടിപൊളിയാണ്. ആരോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്. എന്നാലും ഞാൻ ആരുടെ അത്ര അറ്റൻഷൻ ഇപ്പൊ കൊടുക്കുന്നില്ലെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവർ രണ്ടുപേരും ഓട്ടോമാറ്റിക്കലി ടാലി ചെയ്ത്. ഇന്നലെ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആരും അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്കറിയാം. പക്ഷേ കുട്ടിയെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ അത്രയും സിക്കായിട്ടിരിക്കുമ്പോൾ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവനിങ്ങനെ പൊതിഞ്ഞെടുത്തത് അവൻ മൂത്ത് വെച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പൊതിഞ്ഞെടുത്തേ. എടുത്തോണ്ട് നടക്കുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ്. താറയിലോട്ട് കിടത്തോ അല്ലെങ്കിൽ ബെഡിലോട്ട് കിടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മൂത്രവിഷമായി അല്ലെങ്കിൽ കറങ്ങികളെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇങ്ങനെ എടുത്തോണ്ട് നടക്കേണ്ടി വരും. ഞാൻ എന്തായാലും കുളിക്കുന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇവനെ എടുത്തു കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മൂത്രം ഒഴിച്ചാലും നമുക്കത് ടാലി ചെയ്ത് പോകാൻ പറ്റുമേ. ഓലത്തുമ്പത്തിരുന്നു ഞാനാണ് ജലപൈകിളി എന്റെ ബാലഗോപാലനെ എണ്ണതിപ്പിക്കുമ്പോ പാടടി വെള്ളം കോരി കുളിപ്പിച്ച കിന്നരി ചവനി ചയ്യ എന്റെ മാരിപ്പാടും കൊണ്ട് മൊത്തായി പോയടി ചൊല്ലിതാരുതേ കണ്ണു കണ്ണേരുതേ. പാട്ടാണ് കാര്യം. ആര്യൻ അങ്ങനെ എപ്പോഴും തനിയെ പഠിച്ചു കുടിക്കുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയെടുത്ത ശീലം തന്നെയാണത്. സോ എൻ്റെ ബെഡിലൊന്ന് പാസ്സാക്കിയതാണ്. ഇത് മാറ്റണം, നമുക്ക് മാട്രസും പോട്ടെ ഈ ക്ലോത്ത് മാറ്റണം. ഒരു ദിവസത്തിലെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണ് ഇവരുമായിട്ട് ചിലവഴിക്കുക എന്ന് പറയുന്നത്. എസ്പെഷ്യലി അത് ആര് ജനിച്ച സമയം തൊട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന ടൈമും കോവിഡ് ടൈംസും ഒക്കെ ഈ കുട്ടികളുടെ അടുത്തായിരുന്നു ഞാൻ കൂടുതലും മിങ്കിളായിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഡുണ്ടു ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും 2 കുട്ടികളെ പോലെ ആയി. 2 പേരും ഇടവും വലവുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ 5 ആണെന്ന് പറഞ്ഞ ഒരേ ഒരു പെങ്ങളാണ് ഞാൻ ഈ കുടുംബത്തിൽ. സോ ഹാപ്പിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിവരെ നോക്കുന്നുണ്ടായിരുന്നൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ എത്ര മണി സമയം 1 മണി ആവുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് കാണും. പിന്നെ എൻ്റെ ഡ്രസ്സിലൊക്കെ അവൻ ചെറുതായിട്ടൊന്ന് പാസ് ചെയ്തിട്ടുണ്ട്. സാരമില്ല, എന്തായാലും ഞാൻ കുളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്കൊരു താള് തേക്കണം. താള് തേച്ചിട്ട് വേണം കുളിക്കാൻ. കാര്യം കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നവും ചൂടും ഇതും അതേപോലെ താരൻ്റെ ഇഷ്യൂസും മെഡിസിൻ എടുക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു ഇരട്ടലും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് കുറച്ച് താളി ഉപയോഗിച്ചിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഷോർട്സിലെങ്ങാണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ജസ്റ്റ് ഒരു താളി പോലത്തെ ഒരു ഷാമ്പൂ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് മുടി വളരെയൊക്കെ ചെയ്യും. എനിക്ക് കുറച്ച് ബെനിഫിഷ്യലായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു താളിയൊക്കെ ഇന്ന് തേച്ചിട്ട് നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, മാറ്റാം. അപ്പോൾ ഈ ബെഡ് അതിന് മുമ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഞാൻ ആക്ച്വലി AC ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ചൂടാണ്, പറയാൻ പറ്റുന്നില്ല. എനിക്ക് പോലും ഈ ചൂട് സഹിക്കാൻ വയ്യ. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരും പറയണ്ടല്ലോ. അങ്ങനെ അപ്പം ഞാനിനി ആ താളിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഹലോ എന്തായാലും എനിക്കിങ്ങനെ ചിരിക്കുന്നറിയോ. നമ്മുടെ വ്ളോഗിൽ ഒരു കുഞ്ഞു ഭാഗമുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു നമ്മുടെ ഒരു കെയർ ടേക്കർ എന്നുള്ള രീതിയേക്കാൾ കൂടുതൽ ഹിസ് ഡൂയിങ് സച്ച് റെസ്പോൺസിബിലിറ്റി വാച്ച്മാൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംതിങ്. ലൈക്ക് ഞാനിങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് നടക്കണം. നിങ്ങൾക്ക് ആ വ്ളോഗ് കാണുമ്പോൾ മനസ്സിലാവും, ഈ വ്ളോഗ് വരുമ്പോൾ മനസ്സിലാവും. കുഞ്ഞിനെ എടുത്തിട്ട് നടന്നപ്പോഴത്തേക്കിനും ആരുടെ എക്സ്പ്രഷനാണ്. ഞാൻ ആക്ച്വലി ചുമ്മാ ഇങ്ങനെ വിഷ്വൽസ് നോക്കാറുണ്ട് ഇടയ്ക്ക്, അപ്പോൾ റെക്കോർഡായോന്ന് അറിയാനായിട്ട്. അപ്പം ഇപ്പം റാൻഡാണ് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവൻ്റെ ആ ഒരു കുസൃതി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് റീലാക്കാമെന്ന് വിചാരിച്ചു. സോ പിന്നെ എൻ്റെ കോലം ഡസൻ മാറ്റർ. കാര്യം വീട്ടിൽ നിൽക്കുന്ന കോലമല്ലേ. പിന്നെ കുഞ്ഞിനെ എടുക്കുമ്പോഴും നമുക്ക് മുടിയൊക്കെ അഴിച്ചിടാൻ പറ്റത്തില്ല. കാര്യം കുഞ്ഞും പേടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ്, ആ ഒരു വീഡിയോ കാണാൻ അടിപൊളിയായിരുന്നു. അയ്യോ, ഞാനതിൻ്റെ ഞാനൊരു അപ്പുറത്ത് കൊടുത്തേക്കാം. കോപ്പറേറ്റ് വരുമോ എന്നറിയില്ല, സ്റ്റിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ട് ഷെയർ ചെയ്യാം. കണ്ടു നോക്കിട്ടോ. എന്തായാലും
അയ്യോ ഒന്നും വരണ്ട അങ്ങനെ. അപ്പം നമുക്കിനി എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലതും കഴിക്കണം. അത് ഡെയിലി റുട്ടീനാണ്. പിന്നെ എന്താ ഇതുണ്ടോ പിടിക്കാത്ത താമസമുള്ളൂ, മുടി ഇങ്ങനെ വലിച്ചു കൊട്ട, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ തന്നെ പലതാണ് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഈ ഗോൾസിലോട്ട് നോക്കും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പറ്റുമായിരിക്കും അല്ലേ, അവിടെ വിചാരിച്ച് ഞാൻ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രൈ ടു പ്രയോറിറ്റൈസ് മോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗോൾസോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം പറഞ്ഞാൽ ഞാൻ 14 ഗോൾസ് ഞാൻ ഇതിൽ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ 7 ഞാൻ വെട്ടി, ബാക്കി 7 ഉണ്ട്. അപ്പോൾ ഈ 7 14 അല്ലേ, 14 5 ഞാൻ വെട്ടി, 5 വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 5 വെട്ടാനുള്ള റീസൺ ഓരോരോ പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ഞാൻ 5 വെട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇഫ് ഇറ്റ്സ് അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് വളരെ മെയിനായിട്ട് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന 2-3 സാധനങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരണ്ട. അതൊന്നും ഞാൻ ഇതുവരെ തുറന്നിട്ട് പോലും ഇല്ല. ഇതിനകത്ത് ഒരു ബുക്ക് വായിക്കാൻ ഞാൻ ജസ്റ്റ് ഒരു കോളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ എഴുതിയിരിക്കുന്നത് റീഡ് അറ്റ്ലീസ്റ്റ് 10 pages ഓഫ് എ ബുക്ക് പെർ ഡേ അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കണം. ആദ്യത്തെ 2 ദിവസം നല്ല പ്രോപ്പറായിട്ട് എല്ലാം പോയതാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നോക്കാൻ സമയം കിട്ടിയില്ല എന്നല്ല, എക്സാം ടൈമിലായിരുന്നു തോന്നുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സാം ടൈമിലാണ് പ്രിപ്പയർ ചെയ്തത് ഡേറ്റിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, അങ്ങനെ വലിയതായിട്ട് നമ്മൾ അതിന് പുറകിൽ പോയിട്ടില്ല. അതുകൊണ്ട് അറിയത്തില്ല. ഓക്കെ, എന്തായാലും ഇനിയെങ്കിലും അത് കൊണ്ടുവരാൻ പറ്റണം എന്നാഗ്രഹമുണ്ട്. സോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. പിന്നെന്താ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ, എന്തെങ്കിലും ഒരു കോണ്ടന്റ് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്ടങ്ങൾ കാണുമല്ലോ. അപ്പോൾ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണണമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വീട്ടിൽ ഇരുന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാനിടാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം പ്ലാനിങ്സ് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ പ്ലാനിങ്സ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമേ അല്ല. അതായത് എൻ്റെ കാര്യത്തിലെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ഉള്ള കാര്യത്തിനെ നന്നായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാര്യം എന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കും മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഓഡിയൻസിന് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ചാനലും കുഞ്ഞതായിട്ടൊക്കെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടാവാം. അപ്പോൾ അതിനകത്തൊരു ഭാഗമായിട്ട് എപ്പോഴും ഇവിടെ കാണും. പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരു ഇത് വേണം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കോണ്ടന്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ വല്ല മെസ്സേജ് ചെയ്യുക കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID അറിയാമല്ലോ, HCP1234 പാറു അതാണ്. അപ്പോൾ അതാണെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും നോക്കും, എന്ത് കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. അത് എനിക്ക് പറ്റുന്നതാണ്, എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ്സ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്തിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം. പക്ഷേ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരത്തില്ലേ. പിന്നെ ഇവിടെ ക്യാമറ കുത്തിയിട്ടിരിക്കുകയാണ്. ക്യാമറ ഇതുവരെ ചാർജ് ആയിട്ടില്ല. ഇന്നലെ രാത്രി കുത്തിയിട്ടിട്ടും ചാർജ് ആയിട്ടില്ല തോന്നുന്നു, അറിയില്ല, നോക്കണം. ചാർജ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണം. പക്ഷെ അത് ഈ അകത്തിരുന്നുള്ള ഷൂട്ടിംഗ് പർപ്പസ് ഒന്നും നടക്കില്ല. എത്തുന്ന ഈ ക്യാമറയും കൊണ്ട് പകലൊക്കെ ഓക്കെയാണ്, പക്ഷെ രാത്രിയിലൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വെച്ച് ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്യാം. എനിക്ക് പിന്നെ കൺവീനിയൻറ്റും ഫോൺ യൂസ് ചെയ്യാനാണ് എഡിറ്റിങ്ങിനൊക്കെ. പക്ഷെ നമുക്കൊരു ക്യാമറ വേണം, നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെമ്പരത്തി തളി വെച്ചിട്ടൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. കാര്യം കുറേ ദിവസമായി എൻ്റെ തലമുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. എനിക്ക് കണ്ടു ഞാൻ മനസ്സിലാവുന്നറിയില്ല. ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് പിടിച്ചു വലിക്കാത്ത താമസമേ ഉള്ളൂ. പെട്ടെന്ന് നീ വന്നോളൂ ടക്കയെന്നും പറഞ്ഞ്. ഇതാണ് അവസ്ഥ. ഇത്ര ഉള്ള മുടി നല്ല ഇനിയുണ്ട്, പുറകിൽ കുറച്ചുകൂടെ. പക്ഷെ ഈ മുടി പെട്ടെന്ന് ഇതുണ്ടോ, പിന്നെ ജസ്റ്റ് ഒന്ന് പിടിക്കാത്ത താമസമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് പോയിക്കോളും. അപ്പം ഞാൻ കുറേ നാളായിട്ട് പരീക്ഷയൊക്കെ എടുത്തപ്പോഴത്തേനും ഈ സ്കിൻ കെയറും ഹെൽത്തും അതൊന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ സ്കിൻ കെയർ മെയിൻലി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ ഹെയറിന് നല്ല രീതിയിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിൽ തേക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല. സ്പാ ചെയ്യാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും, അത്രേ ഉള്ളൂ. മാസത്തിലൊരിക്കലൊക്കെ സ്പാ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം സ്പാ ചെയ്യാറുണ്ട്. അത് മാത്രമാണ് ചെയ്യണത്. പക്ഷെ എന്നിട്ടും
മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവുന്നു, പൊട്ടുന്നു. എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെയാണ് ഈ ചൂട് കാലത്ത്, പക്ഷെ എനിക്ക് ഈസി ഇടാനും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു വിഷയം. അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഒരു ലിപ് ബാം വേണ്ടിട്ടോ, അവിടെ എനിക്ക് 2 ലിപ് ബാം ഉണ്ട്. ഇത് പറയുമ്പോൾ ലിപ് ലാപ്പ് എന്ന് പറയുന്നൊരു ലിപ് ബാമാണ്, ഒരു കുട്ടി ലിപ് ബാമാണ്. ആക്ച്വലി മിലാപ്പ് അങ്ങനെ എന്തോ ഒരു മൈലാപ്പാണോ മിലാപ്പാണോ എന്നറിയില്ല, സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇത് മോംസ് ആൻഡ് കെയറിൻ്റെ നാച്ചുറൽ ലിപ് ബാമാണ്, ചെറിയാണ് ഫ്ലേവർ. അപ്പോൾ ജസ്റ്റ് അത് മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നിട്ടും പിന്നെയും അതേപോലെ തന്നെ. അപ്പം ഞാൻ മാക്സിമം ഇത് കഴിവതും അവോയ്ഡ് ചെയ്യാതിരിക്കും. ആ കാര്യം അതുപോലെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, സംഭവം നൈസാണ്, നല്ല മണവുമാണ്. അപ്പം നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, എല്ലാം കഴിക്കണം, കുറച്ചേരം എന്തെങ്കിലും നോക്കണം, പഠിക്കണം. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്ലാനിങ്ങിലൂടെയൊക്കെ ആയിരുന്നു ലൈഫ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം അങ്ങനെയല്ല. സോ പ്ലാനിങ് ഒക്കെ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും യൂട്യൂബിലേക്ക് എന്തായാലും നന്നായിട്ടൊന്ന് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ എന്തെങ്കിലും കണ്ടന്റ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. ലിപ്പിൻ്റെ ഒരു അവസ്ഥ ഇതാണ്. ഇതെങ്കിലും അതിനിടയ്ക്ക് ഇത് പൊട്ടുന്നു, തൊലി മാറുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ മുഖത്ത് മൊത്തം കുരു, കഴുത്തിൽ കുരു. ചൂട് കാരണം നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റും കൂടിയാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം ഹെൽത്തോട് പ്രയോറിറ്റൈസ് ചെയ്യുക, മാക്സിമം റെസ്റ്റ് എടുക്കുക. എൻ്റെ വോക്കലിന് റെസ്റ്റ് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല, കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും, എനിക്ക് കളവില്ല സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് റെസ്റ്റ് എടുക്കുന്നില്ല അധികം. പക്ഷെ ഇന്നലെ ഡോക്ടർ പറഞ്ഞിരുന്നു വോയിസ് റെസ്റ്റ് എടുക്കണമെന്ന്, അപ്പോൾ ചെയ്യണം. അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് താളി എടുത്തിട്ട് തരാം, നിങ്ങളെ കൂടി കാണിച്ചു തരാം എന്താ സംഭവം. ഈ തരം കൂടി ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ബിക്കോസ് ചടക്കൊക്കെ ഉണ്ട് ഇതിനകത്ത്. 2-3 ദിവസമായിട്ട് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയാണ് ഇന്ന് മുടി കോംബ് ചെയ്ത് തരുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ താളി ഇതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ, വെയിറ്റ്. ഇതാണ് നമ്മുടെ താളി. ഇതിൽ ആക്ച്വലി നീല കളർ പോലെ കിടക്കുന്നത്, ഇത് ഈ കല്ല് കട്ട പോലെ കിടക്കുന്നത് എന്താണെന്നറിയോ, അത് ഓയിലാണ്, ഖാദിയുടെ ഓയിലാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നും, പക്ഷേ ഇത് കളറാണ്, ഒരു കളർ ഓയിലാണ്. എന്നിട്ട് ഇത് മിക്സ് ചെയ്യുക. ഇത് ചെമ്പരത്തി താളിയാണ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ തേക്കാൻ പോണത്. വേണമെന്ന് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ, കാര്യം നമ്മളെപ്പോഴും അങ്ങനെ നോക്കണം. പിന്നെ ഈ ഖാദിയുടെ ഓയിലിന് ഭയങ്കര റേറ്റാണ്, 210 രൂപയൊക്കെയാണ് ഒരു കുപ്പിക്ക് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ 2 പ്രോഡക്റ്റിൻ്റെയും സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് സൈഡിൽ കാണിച്ചേക്കാം, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തെ വിഷ്വലിൽ കൊടുത്തേക്കാം. 2 പ്രോഡക്റ്റ്സും ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കൊടുത്തേക്കാം. ഹലോ, അപ്പോൾ ഞാൻ മുടിയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ യാ, ആക്ച്വലി ഇതൊരു ഭയങ്കര വേഴ്സ് പാർട്ടുണ്ട്. എനിക്ക് എണ്ണ തേക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ അന്ന് എണ്ണ തേപ്പിച്ചിട്ടാണ് ചെയ്തത്. വെട്ടത്തിൻ്റെ ഒരു വലിയ ഇഷ്യൂ കാണുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ മുടി. ഞാൻ ആക്ച്വലി ഇത് കട്ട് ചെയ്താലുള്ള പ്ലാനിങ്ങിലാണ്, വീട്ടിൽ സമ്മതിക്കുന്നില്ല, ഞാൻ കട്ട് ചെയ്തേനെ. എന്തായാലും കോളേജിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് ദോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് താളിയിലേക്ക് പോകാം. പ്ലീസ് താളി. അയ്യോ, ഒരു പരിപാടിയല്ലേ. അപ്പോൾ നിങ്ങൾ താളി എടുക്കുന്നതിന് മുമ്പ് ഈ റിങ്സ് ഒക്കെ ഒന്ന് ഊരി വയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല ഫോണ്ട് കിട്ടും. എന്നിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. തേച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, താഴെ ഇപ്പോൾ ആകാതെ നോക്കുക. ഇപ്പം റൂമിനകത്ത് ചെയ്യുന്നത് ഇവിടെ വെട്ടം ഉള്ളതുകൊണ്ടാണ്, ഇവിടുത്തെ നമുക്ക് വെട്ടമില്ല, അതുകൊണ്ടാണ്. വെട്ടമില്ലെന്നല്ല, ചെയ്യാനുള്ളൊരു ചൂട് ഭയങ്കര ആയതുകൊണ്ട്. അതന്നെ ഞാൻ കുളിക്കാത്ത പോലെയൊക്കെ ഒരു ടോക്ക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വരാം. ഞാൻ മുടി ജസ്റ്റ് ഇതാ എല്ലാം ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഒരു 15 മിനിറ്റെങ്കിലും അതിന് നമുക്ക് ഇതൊന്ന് റെഡി ആക്കാൻ കൊടുക്കണം. ഇത് ഞാൻ ഫേസ് മാസ്ക് അഥവാ ഫേസ് സ്ക്രബ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്താലൊന്നും അറിയുന്നു. എന്തായാലും ഞാൻ കുറേ നാളായി സ്കിന്നൊക്കെ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഇന്നെന്തായാലും അതിനുള്ളൊരു അവസരം കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ സമയം എത്രയാണെന്ന് അറിയുമോ? 2:20 അല്ല 2:10. ഓക്കെ, അപ്പോൾ 2:10 ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും 3 മണിക്ക് ആകുമ്പോഴത്തേക്ക് കുളിക്കുന്നു.
ഇത് കോഫിയാണ് കേട്ടോ. കോഫി പൗഡർ വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇത് ഞാൻ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നതാണ്. വേറെ ഒന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ആ സ്കിന്നിനൊന്ന് ടച്ചായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. ബ്രാൻഡൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്തായാലും ഞാൻ പ്രോഡക്റ്റ്സ് എല്ലാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ ഈ താളിയൊക്കെ തന്നെ ആണെങ്കിലും ഞാൻ അധികം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാത്ത, നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. മീൻസ് അത് തേച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമോ. മെയിൻലി ഞാൻ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഉപയോഗിക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ സ്യൂട്ടബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നിങ്ങളുടെ ഒരു സ്കിൻ ടോൺ എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കാൻ തോന്നുന്നു. പിന്നെ എനിക്ക് ഡബിൾ ചിൻ ഉണ്ട്. അത് ആക്ച്വലി കഴിച്ചുണ്ടായതാണോ തൈറോയിഡാണോ എന്നറിയില്ല. തൈറോയിഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ തൈറോയിഡ് ആണെങ്കിൽ നമുക്ക് വൈറ്റ് റിസൾട്ട് അറിയാം, ഇല്ലെങ്കിലും അറിയും. അപ്പോൾ എന്തായാലും അന്നേരം പറയാൻ വെച്ചു. ഇപ്പം എന്തായാലും ഞാൻ നല്ലപോലെ ഒന്ന് ഫേസൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഒരു 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 ഉത്സാഹം കിട്ടും. അപ്പം ഞാൻ അതുകൊണ്ട് കേട്ടോ, എനിക്ക് ആരെങ്കിലുമൊക്കെ ചെയ്തു തരാനാണെങ്കിൽ പെട്ടെന്ന്. ഇപ്പം അമ്മയ്ക്ക് ജോലിയുണ്ട്, അമ്മ അടുക്കളയിൽ കുക്കിങ്ങിലാണ്. സോ എനിക്ക് ജോലി നല്ലപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം തേച്ചും മിനിക്കൊക്കെ ഇരിക്കണം. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും, മുടിയൊക്കെ നന്നായിട്ടൊന്നും ഇതാക്കാനായിട്ട്. കുഞ്ഞിലെ ഒന്നും അറിയണമല്ലോ, കുഞ്ഞിലെ എല്ലാം അമ്മയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാനൊരു +1 കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെയും ഞാൻ തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, കുളിയെല്ലാം പാസ്സാക്കി കഴിഞ്ഞ് വന്നപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം. കുറേ നാളിനോടൊക്കെ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിനൊന്ന് സ്കിന്നൊക്കെ ഒന്ന് നോക്കാൻ പറ്റിയ ദിവസം ഇന്നായിരിക്കും. പക്ഷെ അന്നേരം എൻ്റെ ചുണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് കെയർ ചെയ്യണം. ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രമിക്കാറുണ്ട്, പക്ഷെ കിട്ടാറില്ല. പിന്നെ വെള്ളം കുപ്പി ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ അന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് വന്നിട്ട് കൊണ്ടുവച്ചാൽ പിന്നെ അത് തുറന്നിട്ടേ ഇല്ല. അപ്പം എന്നെ ആവുന്ന ചീത്ത വിളിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്. സോ വെള്ളം കുടിക്കണം അങ്ങനെ. അപ്പോൾ പിന്നെ ഇനി ഭക്ഷണം കഴിക്കണം, മുടി ചെയ്യണം, മുടി തോർത്തണം. എന്നിട്ട് പിന്നെന്താ, പിന്നെ ആരക്കുട്ടനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുറത്ത് നമ്മൾ അവിടെ നടക്കാറുണ്ട്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അവനെ കൂട്ടിയിട്ട് അവിടെ തന്നെ ഒക്കെ ഒന്ന് കറങ്ങണം. വീടിൻ്റെ പുറത്തായിട്ട് അവിടെ സ്പേസ് ഉണ്ട്. അപ്പം അവിടെ തന്നെ കറങ്ങി അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറിച്ച്, അവർ ഭയങ്കര ഇഷ്ടമാണ് എന്ത് ക്യൂട്ട് സാധനങ്ങളും ഭയങ്കര ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ പിന്നെ എല്ലാം കഴിക്കട്ടെ. ഓക്കെ, നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ഈ കള്ളത്തരം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് മൊത്തം തിരിച്ചിട്ടേ അമ്മ വീടുള്ളൂ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് ചോറ് കഴിക്കാറില്ല. ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. പിന്നെ അത് മാത്രമല്ല, എനിക്കിപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് പല്ലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ അധികം കഴിക്കാറില്ല. എന്നാലും അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് അതൊക്കെ വൃത്തിയായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ആ കള്ളത്തരം ഫേസ് കേട്ടോ. ഹലോ. അപ്പോൾ എന്താ പറയുക, അപ്പം ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ കുട്ടി വിഷയിച്ച് എടുക്കുള്ളൂ കേട്ടോ എപ്പോഴും. കാര്യം എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കഴിക്കാൻ കാണും, അല്ലെങ്കിൽ അച്ഛൻ അമ്മയൊക്കെ കാണും. അപ്പോൾ എല്ലാവരും കൂടി ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ടൈമില്ല. ഒരു ഡിന്നറാണെങ്കിലും അതെ, ഉച്ചയ്ക്കാണെങ്കിലും അതെ. മോർണിംഗ് ഇവിടെ പിന്നെ ഫുഡ് റൂട്ടീൻസ് അങ്ങനെ ആർക്കും ഇല്ല. അവനവന് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പ് അങ്ങനെ കുറവാണ്. കൂടുതലും ഇവിടെ ഡിന്നർ ആൻഡ് ഉച്ചയ്ക്ക് തന്നെ. ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചില സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ 12 മണിയാണെങ്കിലും ഞാനിവിടെ 12 മണിക്കൊന്നും കഴിക്കുന്നത്. ഞാനിവിടെ ഒരു 3:30 4 മണി 2 മണി ഒക്കെ ആവാറുണ്ട്. ആ വിശപ്പിൻ്റെ വിളി എപ്പോൾ വരുന്നു അന്നേരം പോയി കഴിക്കും. ഓക്കെ, അപ്പോൾ ഞാനും അമ്മയും കൂടെ ആയിരുന്നു ഇന്ന് കഴിച്ചിരുന്നത്. അപ്പം അമ്മയെടുത്ത് സംസാരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ഒക്കെ അല്ലേ. അപ്പം നമ്മളെന്തായാലും അത് മിസ്സാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ആ ക്വാളിറ്റി ടൈം അതുകൊണ്ട് അവരുള്ളപ്പോഴാണ് ഞാൻ ആക്ച്വലി അധികവും വീഡിയോസ് എടുക്കാത്തത്. അത് അവരുടെ പ്രൈവസി ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഫാമിലി വ്ളോഗില്ല എന്നല്ല എൻ്റെ അർത്ഥം. വരുന്നതായിരിക്കും ഫാമിലി വ്ളോഗും അപ്ഡേഷൻസ് ഉണ്ടാവും. അപ്പം എന്തായാലും ഇപ്പം നമുക്ക് വെള്ളം നമ്മൾ ഇട്ടിട്ടുണ്ട് മാതാശ്രീ, ഇത് കുടിക്കണം. അപ്പോൾ ഇത് കുടിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചെറിയൊരു ബ്ലഡിൽ ഇൻഫെക്ഷനും അല്ലാതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ വെള്ളം കുടിച്ചിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് വേണം. അപ്പോൾ ഡോക്ടറിനെ ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെള്ളമൊക്കെ കുടിച്ച് സ്ട്രെസ്സൊക്കെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ. അപ്പോൾ ഞാൻ ആ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു കണ്ടൻറ് ക്രിയേഷനും ആവും, അപ്പം എൻ്റെ ബോറടിയും മാറും എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. എനിവേസ് നമുക്ക് ഇപ്പോൾ ഉള്ള ചടങ്ങെന്ന് വെച്ചാൽ ഈ മുടി കഴിക്കണം. കുറച്ച് സമയം അരി ഇട്ട് വെച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ സമയം വൈകിട്ട് 4:25 വളരെ ആവുന്നു. ചായ ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, കുടിക്കണം. താഴെ പോയായിരുന്നു.
അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തു വന്ന് കുടിക്കണം. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വൈകിട്ട് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോകണമെന്നുണ്ട് പുറത്തൊക്കെ. പിന്നെ ആരുകൂട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടത്തിലൊന്ന് പോകണമെന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അത് നോക്കണം. അപ്പം പിന്നെന്താ, ഒന്നുമില്ല. ഇത്രയാണ് ഇന്നത്തെ പരിപാടീസ്. ഞാൻ പറഞ്ഞ ക്വാളിറ്റി ടൈം ഈ സാധനമാണ്. ആരു എവിടെ പോന്നേ? എൻ്റെ വീട്ടിലൊരു ഗാർഡൻ ആട്ടോ, ഗാർഡൻ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മീനുണ്ട്, ഇതിനകത്ത് മീനുണ്ട്. അവരൊക്കെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ അമ്മയും അച്ഛനും കൂടിയൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ ആരുകുട്ടിനെ എപ്പോൾ വന്നാലും ഇവിടെ വന്ന് ഇങ്ങനെ നോക്കും. എന്തുണ്ട് കുഞ്ഞാ? മീനുണ്ടോ? നന്നായിട്ടുണ്ടോ? എത്ര മീനുണ്ട്? കൊട്ടല്ലേ? ഇതാണ് നമ്മുടെ വീട്ടിലെ ഒരു ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത്. ഫ്രണ്ടിലും ഉണ്ട്, ഈ ഭാഗത്തായി. ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്, ഞാൻ അതിലിങ്ങനെ ഇരുന്ന് ആടുക. കുഞ്ഞാവ് എടുത്തിട്ട് ഡുഡൂരെ എടുക്കാൻ പോകാം, പക്ഷെ അത് എടുക്കാനൊന്നും പറ്റത്തില്ല, പോത്തേ ഉള്ളൂ. സോ ഗൈസ്, ഞാനിങ്ങനെ വ്ളോഗ് എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്ന് ആക്ച്വലി കുഞ്ഞു കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. വലിയതായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സബ്സ്ക്രൈബ് ഓഫ് ഒരു വ്ളോഗാണോ ഇതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് ഇതായിരുന്നു എൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ഇടയ്ക്കുള്ള എന്താ പറയുക, ഇടയ്ക്കുള്ള കുറേ അധികം സംഭവങ്ങൾ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, വേറെ ഒരു പരിപാടിയില്ല. എൻട്രൻസിനും ഉണ്ട്, പക്ഷെ സ്റ്റിൽ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടല്ല അതിനെ എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്ര കെയർ ചെയ്യാനൊന്നും പോയിട്ടില്ല. സോ ഇറ്റ്സ് ഗോയിങ് ഓൺ, എല്ലാം അതേപോലെ തന്നെ പോകുന്നു. അപ്പോൾ സോ ഹാപ്പി, അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിൽ കാണിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്ക ദിവസവും എൻ്റെ ഓരോ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇതേ റൊട്ടീൻസൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് പുറത്ത് പോകാനുണ്ടെങ്കിൽ മാത്രമേ അന്നേരം എന്തെങ്കിലും ഒരു ചേഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പം അതുവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ കഴിഞ്ഞ എല്ലാ സംഭവങ്ങളും ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രസന്റ് മൊമെന്റ്സിൽ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഒന്നും കൂടി പറയാണ്, അത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഐ തോട്ട് ടു സേ, ഞാൻ അങ്ങനെ വിചാരിച്ചു, പറയാം എന്നുള്ള രീതിയിൽ വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഐ നോ. സ്റ്റിൽ ഓക്കെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആക്ച്വലി ഐ വാസ് നോട്ട് ആക്റ്റീവ് ഇൻ യൂട്യൂബ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം കമൻറ്റ് സെക്ഷൻസ് ഒന്നും വായിക്കാനോ അല്ലെങ്കിൽ കമൻറ്റുകൾക്കൊന്നും റിപ്ലൈ കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞാൻ കാണുമ്പോൾ മാത്രമാണ് മിക്ക കമൻസൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, എടി ബയോ മാറ്റും, നീ 2K ഫോളോവേഴ്സ് ആയില്ലേ, സോ യു ഹാവ് ടു ചേഞ്ച് ദിസ് പാറു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ നേരെ പോയിട്ട് യൂട്യൂബിലെ ബയോ മാറ്റി. അപ്പോൾ ബയോയിൽ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഒരേ രീതിയിൽ തന്നെയായിരുന്നു കൊടുത്തത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്നിട്ട് യൂട്യൂബിലെ മാറ്റി. അപ്പോൾ എൻ്റെ തോട്ട് പോകുന്നില്ല ഇൻസ്റ്റാഗ്രാമിലെ കാര്യമാണ് ഈ പറയുന്നത് എന്നുള്ളത്. ആൻഡ് ഹി ടോക്ക് ടു മീ ലൈക്ക്, എടി ഇൻസ്റ്റാഗ്രാമിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോയിട്ട് ബയോ ഒക്കെ ചേഞ്ച് ചെയ്തു. ആൻഡ് ദാറ്റ് ടൈം ഹി സെഡ് ടു മീ ലൈക്ക് ദിസ്, ഡു മോർ കണ്ടൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ നിന്റെ യൂട്യൂബ് ചാനലൊക്കെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആവും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ ശരിയാണ്, ഈസ് ആസ് എ ജെന്യുവൻ പേഴ്സൺ, സോ ഹീസ് ടോക്കിംഗ് ഫ്രം ഹിസ് ഹേർട്ട്. സോ അതുകൊണ്ട് ഞാൻ ഓക്കെ ശരിയാണ് എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തായിരുന്നു, യൂട്യൂബ് സ്റ്റുഡിയോ. അപ്പോൾ അതിനകത്ത് കുറേയധികം കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മിക്ക കമൻറ്റ്സും വന്നിരിക്കുന്നത് നമ്മുടെ റിസൾട്ടിൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് സംശയങ്ങളായിട്ട് ജൂനിയേഴ്സ് അറിയിച്ചിരിക്കുന്നത്, ഒരുപാട് കൺസേൺസ് അറിയിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഇതായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ മാക്സിമം റിപ്ലൈ ആയിട്ട് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്കത് എപ്പോഴും ഒരേ കാര്യം തന്നെ നിരന്തരം വരുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ജൂനിയേഴ്സിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്യണത്. അല്ലാണ്ട് എനിക്ക് എഡ്യൂക്കേഷനിൽ ഭയങ്കര റോൾ ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. എനിവേസ്, അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ 2-3 കമൻറ്റ്സ് വാസ് സോ നെഗറ്റീവ്. അതിൽ ഒരു കമൻറ്റ് സത്യത്തിൽ ഞാനങ്ങ് എന്താ പറയുക, എനിക്ക് ചിരിയാണോ എനിക്ക് വേറെ എന്തെങ്കിലും ആണോ അത് എനിക്കൊന്നും മനസ്സിലാവില്ല. ശരിക്കും ആ കമൻറ്റ് രസകരമാണ്. ആക്ച്വലി പുള്ളി പറയുന്ന ഒരു കാര്യം ശരിയാണ് അതിനകത്ത്. പക്ഷേ സ്റ്റിൽ
എന്താ പറയുക, ദിസ് ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ പ്രൈവറ്റ് ലൈഫ് ഒരിക്കലും സോഷ്യൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഹാവ് മൈ ഓൺ പ്രൈവസി. ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും. പക്ഷേ സ്റ്റിൽ ദാറ്റ് കമന്റ് റിമൈൻഡഡ് മീ ഹൗ ഇറ്റ് വാസ് ഗോയിങ് ഓൺ എന്നുള്ളത് എനിക്ക് തോന്നി. ആൻഡ് ഓൾസോ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എന്നിട്ട് തിരിച്ച് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ, ആ ചേട്ടൻ്റെ ആ ടോക്ക് എങ്ങനത്തെ വിധമാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിവേസ് ഞാൻ ഇങ്ങനെ കുറേ നെഗറ്റീവ് കമന്റ്സ് അതിലെ കണ്ടിരുന്നു. അതേപോലെ എൻ്റെ ചിരിയെ പറ്റിയിട്ട് പറഞ്ഞു, എൻ്റെ കവിളിനെ പറ്റിയിട്ട് പറഞ്ഞു, എൻ്റെ ഈ ഒരു നെക്കിനെ പറ്റിയിട്ട് പറഞ്ഞു, അങ്ങനെ കുറേയധികം കുറേ കമന്റ്സുകളൊക്കെ ഈ ഇടയ്ക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. കുറേ ഞാൻ റിമൂവ് ചെയ്തു, ബിക്കോസ് ഇറ്റ്സ് മൈ ചാനൽ. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ ജസ്റ്റ് വ്ളോഗ് ചെയ്യുന്നത് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കാണുന്നത്. സോ ഐ റെസ്പെക്ട് യു ആസ് എ ഒരു യൂട്യൂബർ. ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു. ആസ് എ ആൻഡ് കണ്ടന്റ് ക്രിയേറ്റർ ഓൾസോ ഞാനത് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അത് കംപ്ലീറ്റ്ലി ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ് യൂട്യൂബ് ചാനലിന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലല്ല. ലുക്ക് ലൈക്ക് എ മെമ്മറി ആയിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ കിടന്ന് ചലച്ചുകൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ഈ വീഡിയോസ് ഇടുന്നതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടുന്ന പതിവും എനിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ചില വീഡിയോസിൻ്റെ അടിയിൽ ഞാൻ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നല്ല, അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻസിൻ്റെ പ്രശ്നമാണ്. എനിവേസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത്. ഇനിയിപ്പോൾ ആ കമൻസിനെ കുത്തിപ്പൊക്കിയിട്ടൊന്നും ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് അതൊക്കെ പേഴ്സണൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളായതുകൊണ്ടാണ് അതെനിക്ക് പബ്ലിക് ആക്കാൻ താല്പര്യമില്ല. സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് ടെല്ലിങ് എനിമോർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരു തൊഴിലുമില്ലാതെ നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കമൻറ്റ്സ് ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ആ ഒരു ഉണ്ടാകുന്ന എന്തോ ഒരു ജലസി ഓർ എനി സംതിങ് വേറെ എന്തെങ്കിലും ഇഷ്യൂസ്, മെൻ്റൽ പ്രഷർ അതൊക്കെ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കമൻറ്റിൽ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യണതായിരുന്നു ദാറ്റ്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഈ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ഒരു പാർട്ടിനെ നിങ്ങൾ പുറത്തു വിടുകയാണ്. അതല്ലാണ്ട് നിങ്ങൾ സ്വയമേ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് മാറ്റുന്നില്ല. സോ പ്ലീസ് ട്രൈ ടു ബി പോസിറ്റീവ്. നിങ്ങൾക്ക് ഒരു നല്ല ഭാവിയുണ്ട്. സോ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് നിങ്ങൾ ആ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് അപ്രോച്ച് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടത് കൊണ്ട് മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് അവർ അവോയ്ഡ് ചെയ്യും. അതല്ല നിങ്ങൾ അതിൽ കൂടുതലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ആൻഡ് മോർ ആൻഡ് മോർ. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാനത് പറയണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് എൻഡിങ്ങിൽ അത് തന്നെ പറയാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് മച്ച് ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം എൻ്റെ ഒരു ഡേയിൽ നടക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പഠിത്തത്തിനെ കുറിച്ച് എന്താ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ളോഗ് തന്നെ വരുന്നതായിരിക്കും. പക്ഷെ അതൊന്ന് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുക്കും അത് വരാനായിട്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാത്തത്. പിന്നെ അതേപോലെ തന്നെ +2 ജൂനിയേഴ്സ് ഇപ്പോൾ കയറിയിരിക്കുന്ന എൻ്റെ ജൂനിയേഴ്സിന് കുറച്ച് വീഡിയോസും കൂടി എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അത് ആസ് സൂൺ ആസ് പോസിബിൾ ഞാനത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് നോക്കാം, ഓക്കെ. കാരണം ഞാൻ നിങ്ങളുടെ ആ ഒരു എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വൃത്തിയാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എനിവേസ് അപ്പം അതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു എൻ്റെ ഒരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്താൽ മതി, അല്ലാതെ ഞാൻ നിങ്ങളെ കമ്പലേ ചെയ്യില്ല. ബിക്കോസ് ഇത് നിങ്ങൾ കാണുന്നത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഒരു കണ്ടന്റ് ക്രിയേഷനായിട്ട് മാത്രമാണ്. ബിക്കോസ് ഐ ആം മേക്കിംഗ് ദിസ് ആസ് വീഡിയോസ് ആസ് മെമ്മറീസ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടന്റ് ക്രിയേഷനായിട്ട് മാത്രമാണ് ഇതിനെ കാണുന്നതെങ്കിൽ അപ്പോൾ എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നോ മോർ ഇഷ്യൂസ്, നത്തിങ് ഇൻ ഇറ്റ്. യു ക്യാൻ റിമൂവ് ഓർ യു ക്യാൻ ബ്ലോക്ക് ദിസ് ചാനൽ. സോ അത്രയൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം, ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം, ഇത് കണ്ടേ പറ്റൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ.
സോ ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോസ് കാണാം. എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ കമൻസ് ഇടാം. നല്ല പോസിറ്റീവ് കമൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരും. ഞാൻ അങ്ങനെ ഇന്ന സ്പെസിഫൈ ചെയ്തിട്ട് ഞാൻ ആർക്ക് കമൻസോ അല്ലെങ്കിൽ ആർക്കും ഒരു മെസ്സേജോ ഒന്നും ചെയ്യാറില്ല. എന്നാലും നിങ്ങൾ പറയുന്ന ആ ഒരു കൺസേൺസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും വീഡിയോസായിട്ട് എടുക്കാൻ ശ്രമിക്കാറുള്ളത്, ഇപ്പോൾ റിസൾട്ടായിട്ട്. സോ യാ, അപ്പം അതൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. നിങ്ങളിത് കാണുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനായിട്ടോ ഓർ ഇൻഫ്ലുവൻസർ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് യൂട്യൂബ് കണ്ടന്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഓക്കെ. പക്ഷെ ഞാനത് യൂട്യൂബ് കണ്ടന്റ് ആയിട്ടല്ല ഇതിനകത്ത് ഇടുന്നത്, അല്ലെങ്കിൽ വ്യൂസ് ലൈക്സ് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇടുന്നത്. ജസ്റ്റ് ലൈക്ക് എ മെമ്മറി, അത്രേ ഉള്ളൂ, അതിനപ്പുറം ഒന്നുമില്ല. സോ ദാറ്റ്സ് മച്ച്. ഓക്കെ ഗായ്സ്, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. ബൈ ബൈ.